ഞാൻ പറഞ്ഞ ഈ നാട്ടുവൈദ്യന്മാർ പറ്റിക്കുമ്പോൾ എല്ലാത്തിനും യൂറിൻ മതി, നിങ്ങൾ കുടിച്ചാൽ മതി, മെലിഞ്ഞാലും പ്രശ്നമില്ല, തടിച്ചാലും പ്രശ്നമില്ല, അസുഖം മാറും എന്ന് പറഞ്ഞാൽ അതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഇത് വേണം. നിങ്ങൾ വെറുതെ പറഞ്ഞു പോയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് മൂത്രം കുടിച്ചിങ്ങനെ പോകും. അസുഖം പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു സുഖം തോന്നുമായിരിക്കും. പക്ഷേ എല്ലാറ്റിനും മൂത്രം എന്നുള്ള ലൈനിലാണ് നിങ്ങൾ ചർച്ച വരുന്നത്. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ നാരായണ മാഷ വളരെ അടുത്തൊരാളാണ്. അപ്പോൾ എനിക്കിത് മനസ്സിലാകുന്നില്ല. നാരായണ മാഷ നാട്ടുകാരനാണ് ഞാൻ. എനിക്കിത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എല്ലാത്തിനും മൂത്രം പരിഹാരമാണെന്ന് പറഞ്ഞു നോക്കിയാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അലോപ്പതിയിൽ പോലും എല്ലാത്തിനും പരിഹാരമില്ല. പിന്നെ മൂത്രം കൊണ്ടെല്ലാം മാറും എന്ന് പറഞ്ഞു നോക്കിയാൽ എങ്ങനെയാണ്? പൊതുവെ ആളുകളിൽ ഉണ്ടാകാവുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ സംശയം തന്നെയാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ രോഗങ്ങളും മാറ്റിത്തരാം എന്ന് പറഞ്ഞ് രോഗികളിൽ നിന്നും ലക്ഷങ്ങൾ പിടുങ്ങിയെടുക്കുന്ന നാട്ടുവൈദ്യന്മാർ അഥവാ പാരമ്പര്യ ചികിത്സകർ ഉണ്ട് എന്ന കാര്യം ശരിയാണ്. അതുപോലെ രോഗത്തെ ലക്ഷങ്ങൾ എളുപ്പത്തിൽ കൊയ്തെടുക്കാനുള്ള ഉപാധിയായി കണക്കാക്കി വൻ കൊള്ള നടത്തുന്ന അലോപ്പതി ആശുപത്രികളും ഡോക്ടർമാരും ഇവിടെ ഉണ്ട്. ഇത്തരം ചൂഷണത്തിനോ കൊള്ളയ്ക്കോ സാധ്യത ഒട്ടുമില്ല എന്നതാണ് യൂറിൻ തെറാപ്പിയുടെ സവിശേഷത. നാം അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. എന്നാൽ എല്ലാ രോഗങ്ങളും യൂറിൻ തെറാപ്പിയിലൂടെ മാറ്റിത്തരാമെന്ന ഗ്യാരണ്ടിയോ വാഗ്ദാനമോ ആർക്കും നാം നൽകേണ്ടതില്ല. വാസ്തവത്തിൽ യൂറിൻ തെറാപ്പിയെ അല്ല, യൂറിൻ്റെ പോഷക ഔഷധ ഗുണങ്ങളെയാണ് നാം ഉയർത്തിക്കാട്ടുന്നത്. മൂത്രത്തെക്കുറിച്ചുള്ള സാമ്പ്രദായിക ധാരണകൾ തെറ്റാണെന്നും മാലിന്യ നിർമ്മാർജ്ജനമാണ് മൂത്രവിസർജനത്തിലൂടെ നടക്കുന്നത് എന്നുള്ള ധാരണ ശരീരശാസ്ത്രപരമായി ശരിയല്ലെന്നുമുള്ള സത്യമാണ് നാം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ ഓരോ സസ്തനിയും മനുഷ്യനുൾപ്പെടെ സ്വന്തം ശരീര വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും ഉപയോഗിച്ചത് മൂത്രമാണെന്നും അതൊരു പ്രകൃതി സത്യമാണെന്നും മൂത്രോൽപാദനം ആദ്യമായി നടന്നത് ആ ദൗത്യം നിർവഹിക്കാനായിട്ടായിരുന്നു എന്നുമുള്ള വിജ്ഞാനത്തിൻ്റെ വെളിച്ചം ജനങ്ങളിലേക്ക് പ്രസരിപ്പിക്കാനാണ് നാം ശ്രമിക്കുന്നത്. മൂത്രത്തിലടങ്ങിയിട്ടുള്ള ഹോർമോണുകളും എൻസൈമുകളും ധാതുലവണങ്ങളും വിറ്റാമിനുകളും ആൻറ്റിബോഡികളും ആൻറ്റി ഓക്സിഡൻറ്റുകളും മൂലകോശങ്ങളും എല്ലാം തന്നെ ഒത്തുചേരുമ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും മെച്ചപ്പെടുകയും ഊർജിതമാവുകയും ചെയ്യുന്നു എന്നുള്ള ജനങ്ങൾക്ക് ഇപ്പോഴും അറിയാത്ത ഒരു വിജ്ഞാനം നൽകി നാം അവരെ പ്രബുദ്ധരാക്കാൻ ആഗ്രഹിക്കുന്നു. ഗർഭസ്ഥ ശിശു കുടിക്കുന്ന മൂത്രത്തിൽ യൂറിയയും യൂറിക് ആസിഡും ക്രിയാറ്റിനും എല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ അതിന് ഹാനികരമാകുന്നില്ല എന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയുന്നു. ഒരു മരുന്നും കൂടാതെ രോഗങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള സ്വയം ശേഷിയും യഥാർത്ഥത്തിൽ ശരീരത്തിനുണ്ട്. ആ ശേഷിയെ കൂടുതൽ വളർത്താൻ പോഷക സമൃദ്ധമായ മൂത്രത്തിൻ്റെ ഉപഭോഗത്തിലൂടെ കഴിയും എന്ന് നാം മനസ്സിലാക്കുന്നു. മൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് മരുന്ന് കമ്പനികൾ ഇന്ന് വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മനുഷ്യ മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതെല്ലാം മൂത്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിജ്ഞാനത്തിൻ്റെയും പരീക്ഷണങ്ങളുടെയും ഫലമാണ്. ഈ അറിവുകളുടെ പിൻബലത്തിൽ നമുക്ക് അത് രോഗങ്ങൾക്ക് ഫലപ്രദമാകുന്നുണ്ടോ എന്ന് സ്വയം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്നേ നാം പറയുന്നുള്ളൂ. മൂത്രത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണെങ്കിലും മൂത്ര ചികിത്സ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും അത് FDA പോലുള്ള ആധികാരിക കേന്ദ്രങ്ങൾ അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും ആരും പറയുന്നില്ല. പറഞ്ഞാലത് ശരിയുമല്ല. പാർശ്വദോഷങ്ങളൊന്നുമില്ലാത്തതെന്ന് അനുഭവത്തിലൂടെ ബോധ്യമായ മൂത്രത്തിൻ്റെ ഉപയോഗം ആർക്കും ഇതുവരെ, അതായത് ആയിരക്കണക്കിന് വർഷത്തെ അനുഭവം ഉണ്ടായിട്ടും ദുഷ്ഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് ധൈര്യമായിട്ട് പ്രയോഗിച്ചു നോക്കാം എന്ന് നാം പറയുന്നത്.